അവസാനം പലിശയെല്ലാം എഴുതിത്തള്ളി അവരെ കൊണ്ട് ചർച്ച ചെയ്ത് 94 കോടി രൂപയ്ക്ക് 92 കോടി രൂപയ്ക്ക് 93 കോടി രൂപയ്ക്ക് അത് ഒതുക്കി ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ല അല്ല പറയുന്നത്. നമ്മൾ പറയുമ്പോ എല്ലാം പറയണം. ചോദ്യം ചോദിക്കരുത്. ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾക്ക് മാത്രം ചോദ്യം ചോദിക്കാൻ സമയം തരാം. രാഷ്ട്രീയമാണെങ്കിൽ അതിന് രാഷ്ട്രീയമായ മറുപടി പറയാം. എന്താ വേണോ വരുന്നോ? അതിനൊന്നും ഗണേഷ് കുമാർ മോശമല്ല, രാഷ്ട്രീയം കണ്ടു വളർന്നവനാ. അങ്ങനെ ചോദിക്കാനാണ് എനിക്കും ഉത്തരം പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നാൽ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് സംശയമൊന്നുമില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് എല്ലാത്തിനും ഉത്തരം പറഞ്ഞു തരാം. ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഒരു പരാതിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാം കിട്ടി തുടങ്ങിയപ്പോൾ, ഒന്ന് മെച്ചപ്പെട്ടു തുടങ്ങിയപ്പോൾ സമൂഹ മധ്യത്തിൽ KSRTC ജീവനക്കാരന് ഒരു മാന്യത ഉണ്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു KSRTC എന്ന് പറഞ്ഞാൽ അത് അയ്യേ എന്നോ ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് മറക്കരുത്. ഇപ്പോൾ KSRTC നന്നായി പോകുന്നു. കേരളത്തിൽ ഏറ്റവും നന്നായി പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി KSRTC മാറുമ്പോൾ അതിനെ കളങ്കം ചാർത്താൻ ഇതുപോലുള്ള ആളുകൾ വരും. അവിടെ ഒന്നും പറയില്ല, അങ്ങ് വിട്ടേക്കണേ. അദ്ദേഹത്തിന് ഉള്ളിലുള്ള ആൾ സംസാരിക്കുക, നിങ്ങൾ ചുമ്മാ ഇരിക്കുക. ഉള്ളിലുള്ള ആളാ സംസാരിക്കുന്നത്. അവരെ നമുക്ക് കുറ്റം പറയത്തില്ല. ധനകാര്യമന്ത്രി വരുന്നതിനൊക്കെ ഇവരെ നമുക്ക് പഴിക്കാൻ പറ്റത്തില്ല. ഇവരാണ് നമ്മുടെ അന്നദാതാക്കൾ എന്ന് ധനകാര്യമന്ത്രി പലപ്പോഴും എന്നോട് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഉള്ളിലുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ ദ്രവ്യദ്രാവകങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല.